ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. ജെറമ്യ പ്രവാചകൻ അപമാനിക്കപ്പെട്ടപ്പോൾ, തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥനയാണിത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ യേശുവിനെ പ്രതി അപമാനിതനാകാനിടയായിട്ടുണ്ടെങ്കിൽ അവന് ലഭിക്കുന്ന 2 സമ്മാനങ്ങളുണ്ട്. ഒന്നാമത്തെ സമ്മാനം, അവന് വചനം കണ്ടെത്താൻ സാധിക്കും. എന്താണ് ഈ വചനം കണ്ടെത്തുക എന്ന് പറയുന്നത്? നമ്മളെല്ലാം വചനം വായിക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്, വചനം നിരന്തരം ഉരുവിട്ടുകൊണ്ട് ഭൗതികവും ആത്മീയമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരാണ്. പക്ഷെ എന്താണ് ഈ വചനം കണ്ടെത്തുക? വചനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുക എന്നതാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവന്റെ നാമം ദൈവവചനം എന്നാണ്. യേശുവിനെ പൂർണ്ണമായി അറിയുവാൻ സാധിക്കണമെങ്കിൽ നീ യേശുവിനു വേണ്ടി അപമാനിക്കപ്പെട്ടിരിക്കണം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയ വചനം, ആ വചനത്തെ ഭക്ഷിച്ചു. അത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന, അവ എനിക്ക് ആനന്ദാമൃതമായി. വിശുദ്ധ കുർബാനയിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ യേശുവിനു വേണ്ടി സഹിക്കാൻ നീ തയ്യാറാവണം. യേശുവിനു വേണ്ടി സഹിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാനും, വചനത്തെ കൂടുതൽ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടുതൽ അറിയുക എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ കൂടുതൽ അറിയുക എന്നതാണ്. ദൈവത്തിന്റെ ഹൃദയം എന്താണോ, ദൈവത്തിന്റെ ഹൃദയമുണ്ട്, ഒരു മനസ്സുണ്ട്. അത് ലിഖിത രൂപത്തിൽ എഴുതിയതാണ് ബൈബിള്. അത് നമ്മൾ അനുഭവിക്കാവുന്ന രീതിയിൽ, നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ കർത്താവ് തന്നിട്ടുള്ളതാണ്. ദൈവത്തെ അനുഭവിക്കുക, ദൈവത്തോട് കൂടി ആയിരിക്കുക, ദൈവം നമ്മുടെ അകത്ത് പ്രവേശിക്കുക. അതാണ് വിശുദ്ധ കുർബാന. അത് പ്രഘോഷിക്കപ്പെട്ടപ്പോൾ സുവിശേഷമായി. അപ്പോൾ ഇതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ അറിയണമെങ്കിൽ ഒരു മനുഷ്യന് അതിന്റെ പൂർണ്ണതയിലൊന്നും പരിപൂർണതയിലൊന്നും അറിയാൻ സാധിക്കുകയില്ല. എങ്കിലും നമുക്ക് ദൈവം ആഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള പൂർണ്ണതയിൽ നമുക്കിത് അറിയാൻ സാധിക്കണമെങ്കിൽ യേശുവിനു വേണ്ടി